ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ അവസാനിക്കാൻ പോവാണ് ആൻഡ് ചില പുതിയ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എൻ്റെ റീഡിംഗ് ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയിരിക്കും. എപ്പോഴാണോ നിങ്ങളിലേക്ക് ഈ ഒരു റീഡിംഗ് എത്തുക, അപ്പോൾ മുതലായിരിക്കും ഇത് വാലിഡ് ആവുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, മറ്റുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ, അപ്പം ഞാൻ യൂണിവേഴ്സ് എനിക്ക് തരുന്ന മെസ്സേജുകൾ മാത്രമായിരിക്കും ഈ ഒരു കാർഡിലൂടെ കൺവേ ചെയ്യുക. അല്ലാതെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഞാൻ റീഡിങ്ങിൽ ഉൾപ്പെടുത്തുന്നതല്ല. സോ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ ശ്വാസത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയിരുന്നതിന് ശേഷം ഈ റീഡിംഗ് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ റെസണേറ്റ് ആക്കാനായിട്ട് പറ്റുന്നത്. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പ്രെഡ് എടുത്തിട്ട് തിരിച്ചു വരാം. സോ സമയം കളയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പ്രെഡ് എടുത്തതിന് ശേഷം തിരിച്ചു വരാം. വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ റീഡിങ്ങിലേക്ക് കടക്കുകയും ചെയ്യാം. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് കാര്യമാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് അവസാനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഓക്കെ, നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഒരു സമയത്ത് നിങ്ങൾ വിട്ടുകളയേണ്ട, റിലീസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഓക്കെ, എന്ത് പുതിയ കാര്യമാണ്, എന്ത് പുതിയ ഒരു ചാപ്റ്ററാണ് നിങ്ങളുടെ ലൈഫിൽ തുടങ്ങാൻ പോകുന്നത്? എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? ഓക്കെ, എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നത്? എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? എന്ത് ഔട്ട്കം ആണ് നിങ്ങൾ ഈ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ലഭിക്കാൻ പോകുന്നത്? എന്ത് ഔട്ട്കം ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? സോ നമ്മുടെ കാർഡ് സ്പ്രെഡ് എടുത്തു, നമുക്കിനി ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലെ കുറേ വിഷമിച്ച ഒരു സമയം, അതായത് നിങ്ങൾ പല കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കും, പല കാര്യങ്ങൾക്കും വേണ്ടി ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയം നിങ്ങളുടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കുറേ വിഷമിച്ച, നിങ്ങൾ ഉറങ്ങാത്ത രാത്രികളുള്ള ഒരു സമയം, നിങ്ങൾ കുറേ ഓവർ തിങ്ക് ചെയ്ത, നിങ്ങൾ മെൻ്റൽ പ്രഷർ അനുഭവിച്ച ഒരു സമയം, അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു എൻഡ്, ആ ഒരു സമയത്തേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വർക്ക് സ്പേസിൽ ഒരുപാട് എന്താ പറയുക, ഫൈറ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും നിങ്ങളുടെ ചെയ്യാത്ത തെറ്റുകൾക്ക്, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് ആരോപിക്കപ്പെട്ട് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, ഒരുപാട് ഭാരം പേറിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ആ ഒരു സമയമാണ് നിങ്ങളുടെ, അതായത് നിങ്ങളുടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാരങ്ങളും ഈ ഒരു ടെൻഷനും പേടിയും ഉറക്കമില്ലായ്മയും എല്ലാം ഒഴിവാക്കേണ്ട ഒരു സമയം വരികയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സൈക്കിളാണ്, ഇത് കംപ്ലീഷനിലേക്ക് ഞാൻ എത്തുകയാണ്, ഇനി ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ട ഒരു സമയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു ടൈമാണിത്. അപ്പോൾ നിങ്ങൾ കടന്നുപോയ സാഹചര്യം എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിലാണ്, നിങ്ങൾ റിലേറ്റീവ്സുമായിട്ടുള്ള പ്രശ്നമാണ്, എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പണവുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം പണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലാണ്, ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, സ്റ്റിൽ നിങ്ങൾ ഒപ്പോസിഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് വീണ്ടും ഈ ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ആണെങ്കിൽ, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഇവിടെ നിങ്ങൾ എല്ലാം റിലീസ് ചെയ്യേണ്ട ഒരു സമയമായി. ഈ ഒരു ഫേസ് നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പോവാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരാൻ പോകുന്നതെന്ന് ആലോചിച്ച് പേടിക്കേണ്ട ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഇനി ഓവർ തിങ്ക് ചെയ്യേണ്ട സമയമല്ല. ഇതെല്ലാം ഒരു അവസാനത്തിലേക്ക് എത്തുകയാണ്.
ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്? ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട പാഠം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കണം. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കണം. നിങ്ങളാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി. സോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്നർ ഫയർ ഉണ്ട്. അതിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളുടെ കോൺഫിഡൻസ് വീണ്ടും നിങ്ങൾ നേടുക. ചിലപ്പോൾ ഈ ഒരു ഓട്ടത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് പ്രിയപ്പെട്ട പല കാര്യങ്ങളും, ഐ മീൻ നിങ്ങളുടെ ഒരു മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ പലതും നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചില സമയത്തൊക്കെ നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെയധികം സ്ട്രോങ്ങറാണ്. ഈ ഒരു ഓട്ടമൊക്കെ ഓടിയ സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട്. അത്രത്തോളം ധൈര്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ഒരു പേടിയിൽ നിലനിൽക്കേണ്ട ഒരു സമയമല്ല, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കടന്നുപോയ വഴിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിയേക്കാം. ഇതൊക്കെ നിങ്ങൾ ആ ഒരു സമയം എങ്ങനെ ഫേസ് ചെയ്തു, എങ്ങനെ കടന്നുപോയി എന്ന് അത്ഭുതം തോന്നിയേക്കാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അത്രത്തോളം മെൻ്റൽ പവർ ഉണ്ട്. നിങ്ങളത് ഉപയോഗിക്കുക. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റിൽ. നിങ്ങൾ ഈ ഓട്ടത്തിനിടയ്ക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും വറീഡ് ആവണ്ട. നിങ്ങൾക്കിപ്പോൾ വീണ്ടും ഈ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ ലൈഫിൽ നിന്ന് വിട്ട് കളയുക. അതായത് നിങ്ങൾക്ക് ഒരു മൈൻഡ് പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. അതായത് പേടിയെക്കുറിച്ചോ എന്തെങ്കിലും പേടികളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മൈൻഡ് പാറ്റേൺസ് നിങ്ങൾക്കുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങളത് റിലീസ് ചെയ്യേണ്ട സമയമായി. അതുപോലെ സെൽഫ് ക്രിറ്റിസിസംസ്, ഒരു പരിധി വരെ നമ്മൾ നമ്മളെ വിമർശിക്കണം, ശരിയാണ്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും നല്ലതിനായിരിക്കില്ല. സോ നിങ്ങൾ നിങ്ങളെ എത്രത്തോളം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു വിക്ടിം മെൻറ്റാലിറ്റി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും നിങ്ങളെ ഹർട്ട് ചെയ്യുന്നുണ്ടാവും. ചില കഥകൾ പോലെ ചില വിഷ്വൽസ് നിങ്ങളുടെ മനസ്സിൽ കൂടി വരുന്നുണ്ടാവും. ഇതെല്ലാം ഒന്ന് ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമാണ്. വീണ്ടും ആ മുറിവുകൾ നിങ്ങളെ ഹർട്ട് ചെയ്യാനും ചില വ്യക്തികളുടെ വാക്കുകൾ, ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഹർട്ട് ചെയ്യാനും വീണ്ടും നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. കാരണം നിങ്ങളിത് പുതിയൊരു ഫേസിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഓൾഡ് പാറ്റേൺസ് നിങ്ങളുടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ല, അതവിടെ റിലീസ് ചെയ്ത് പുതിയൊരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ചില ലിമിറ്റിംഗ് ബിലീവ്സ്, എനിക്ക് ഇത്രയ്ക്കേ സാധിക്കൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ പൊട്ടൻഷ്യൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഇനി എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു പുതിയ മാറ്റം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന പുതിയ മാറ്റം? ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടായേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫാമിലിയോട് കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങളെല്ലാവരും അകന്നു നിന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന പോലെ നിങ്ങളുടെ ഫാമിലിയെയും കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. നിങ്ങൾക്കൊരു ലോങ് ടേം സെക്യൂരിറ്റിയാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളിലേക്കുള്ള വെൽത്ത്, സ്വത്ത് സമ്പാദിക്കാനായിട്ട് സാധിക്കാവുന്ന ഒരു എനർജി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കരിയർ എക്സ്പാൻഷൻ പ്രതീക്ഷിക്കാം. നിങ്ങൾ ജോലിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഒരു എക്സ്പാൻഷൻ പ്രതീക്ഷിക്കാം. ബിസിനസ്സിലാണെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായേക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു സക്സസ് ആണ് ഈ ഒരു സമയത്ത് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും. മേ ബി നിങ്ങളൊരു യൂട്യൂബർ ആയിരിക്കാം,
നിങ്ങൾക്ക് പെട്ടെന്നൊരു സഡൻ ഗ്രോത്ത്, നിങ്ങൾ ഇതുവരെയും ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിന്റെ പുറകിൽ, പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നില്ലായിരുന്നു, എന്നിട്ട് നിങ്ങളൊരു ഗീവ് അപ്പ് ചെയ്യുന്ന ഒരു എനർജിയിലാണെങ്കിൽ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ചാനലിന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, നിങ്ങൾ ഇതുവരെ എഫോർട്ട് ഇട്ട കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. സോ ഇത് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാവുന്ന ഒരു വലിയ പ്രോസ്പെറിറ്റി വരുന്ന ഒരു സമയം തന്നെയാണ്. ആൻഡ് ഈ ഒരു സമയത്ത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ വളരെയധികം ബ്യൂട്ടിഫുൾ ആവുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് ആഗ്രഹിക്കുന്നു, ഐ മീൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുള്ള ഒരു സമയമാണ്. നിങ്ങളിവിടെ ചില ആക്ഷൻസ് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിക്കാനുള്ള ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കരിയറിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റിയേക്കാം. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ബിസിനസ്സിൽ, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ക്യാരക്ടറിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചില ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സമയമാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ റൂട്ട് നിങ്ങളിൽ തന്നെയാണ്. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ബേർഡൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മാനസികമായിട്ട് കൊണ്ടു നടക്കുന്ന മുറിവുകളുടെ വേദനകളായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തി വൈരാഗ്യങ്ങളായിരിക്കാം. ഇതെല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായി നിങ്ങൾ എടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതെല്ലാം ഒന്ന് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലായിട്ടും ഇമോഷണൽ വെയിറ്റ്, മാനസികമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന വെയിറ്റ്, ഭാരങ്ങൾ, അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഈ ഭാരം ഇറക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പുതുതായിട്ട് വരുന്ന ആ ഒരു പുതിയ ന്യൂ ചാപ്റ്റർ അത് നിങ്ങൾ വെൽക്കം ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും നല്ല കാര്യങ്ങളെ നിങ്ങൾ വെൽക്കം ചെയ്യാൻ ഈ ഒരു സമയത്ത് ശ്രമിക്കുക. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തുന്നു, നിങ്ങളുടെ ഭാരങ്ങൾ ഒഴിവാക്കുന്നു, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കഴിവുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു, നിങ്ങൾ പ്രോസ്പെറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ്, ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് മുന്നോട്ടുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരാനുള്ള ചാൻസസ് ഉണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ടാവാൻ പോവാണ്. അത് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കാം, കരിയർ ആയിരിക്കാം, ഫിനാൻഷ്യൽ, ഇനിവേ അത് മാത്രമല്ല സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആദ്യം നിങ്ങൾക്കൊരു ഒരുപാട് ചോയ്സസ് കാണുമ്പോൾ ഒരു അമ്പരപ്പുണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഓപ്ഷൻസ് എല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴൊക്കെയോ നിങ്ങൾ ആഗ്രഹിച്ച ഓപ്ഷൻസ് ആയിരിക്കാം ഇതെല്ലാം. വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണെന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് കൂടി ഒരു ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം. അതിൽ ടെംപ്റ്റേഷൻ ഉള്ള കാര്യങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ലൈഫ് സക്സസ്സിലേക്ക് പോകുന്ന സമയത്ത് ടെംപ്റ്റേഷൻസ് വരാനുള്ള ചാൻസുകളുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എന്താണോ ട്രൂലി നിങ്ങൾക്ക് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങളുടെ ലൈഫിൽ തോന്നുന്ന കാര്യങ്ങൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ വേദനിച്ച സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് സ്ട്രെസ് അത് നിങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആൻഡ് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള ഒരു ചാൻസസ് ആണ്. അവിടെ നിങ്ങൾ അങ്ങനെ മാറുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രോസ്പെറിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ്. നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വളരെയധികം കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബേർഡൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരുപാട് ചോയ്സസ് ഉള്ളൊരു ലൈഫ്
ലൈഫ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.